ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തന്നെ റെനോയിൽ നിന്ന് ലോഡൊക്കെ എടുത്ത് റോഡിൽ ഇറങ്ങി. ദേവശേഷം കുറച്ചു നേരം വണ്ടി ഓടിച്ചു. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഇങ്ങനെ വിന്നിമൂക്ക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്ത് ഞാനിപ്പോൾ വണ്ടി ഓടിക്കാൻ കയറി കേട്ടോ. അപ്പം നമ്മുടെ നെവാഡയിൽ നിന്നുള്ള യാത്ര, തിരിച്ചുള്ള യാത്രയായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ ഉള്ള വിശേഷങ്ങൾ. എന്നാ പറ്റിയ പേപ്പർ കിട്ടാൻ ഇത്രയും താമസം എന്ന് വല്ലതും പറഞ്ഞവര്? ഇല്ല, പെട്ടെന്ന് ലോഡ് കിട്ടി, പക്ഷേ പേപ്പർ കിട്ടാൻ താമസിച്ചല്ലേ? എനിക്ക് നമ്മൾ നേരത്തെ വരുമ്പോൾ ആരും എല്ലാരും മെയിൻ ആൾക്കാരൊക്കെ അവധിയാ. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് അവർക്കത് അത്രയും ഇതായിട്ട് ചെയ്ത് പരിചയമില്ലാത്തോണ്ടായിരിക്കാം. മറ്റേത് നമ്മൾ എടുക്കുമ്പോ തന്നെ ഇത് കഴിഞ്ഞ് സാധനം റെഡിയാ. ഈ കാണുന്ന മറ്റേ കുതിരയോട്ടത്തിന്റെ വല്ലോ. ഇത് കുതിരയുടെ എന്തോ പരിപാടികളൊക്കെ നടക്കുന്ന സ്റ്റേഡിയം പോലത്തെ സെറ്റപ്പ് ആണെന്നാണ്. ഇവന്റ്സ് കോംപ്ലക്സ്. ഇവിടെ റോഡിയോ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, മറ്റേ വെറ്റൊക്കെ വെച്ചുള്ള പരിപാടിയാണ് നമ്മുടെ ബാംഗ്ലൂരിലൊക്കെ ഉള്ള പോലെ. അതായിരിക്കല്ല, ഇത് എനിക്ക് തോന്നുന്നു മറ്റേ ഈ റാംഗ്ലേഴ്സ് ഉണ്ടല്ലോ. റാംഗ്ലർ എന്ന് പറയുന്നത് മറ്റേ കുതിരക്കാരന്മാര് കുതിരയുടെ മുകളിൽ കയറി ഇതിനെ വിട്ട് ചാടിച്ചിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ജല്ലിക്കെട്ടിന്റെ വേറൊരു പതിപ്പ്. അതെ. മൃഗങ്ങളെ തളയ്ക്കുക എന്ന് പറയുന്നത് പണ്ട് മുതലുള്ള ഒരു സ്പോർട്ടല്ലേ? ഇവിടെ എനിക്കൊന്ന് ഇങ്ങനെ അഴിഞ്ഞു കിടക്കുന്ന പശുക്കളെയൊക്കെ, അത് ഈ അഴിഞ്ഞു കിടക്കുന്ന ഇണക്കമുള്ളതല്ലോ, അത്ര ഇണക്കമില്ല. പശുക്കളെ അല്ല, മറ്റേ കുതിര, ബുള്ള്. ബുള്ളുമായിട്ട് മറ്റേ എവിടെ ഹോളണ്ടിലോ അവിടെ കണ്ടല്ലേ ഇത് മറ്റേ വലിയ സ്പെയിനില്. സ്പെയിനില് കാണുന്ന പ്രദേശമെല്ലാം പുതിയ ടൗൺഷിപ്പ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത. ആവശ്യത്തിന് സ്ഥലമുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ വെള്ളത്തിന്റെ ലഭ്യത ഭയങ്കര കുറവല്ലേ? അതിപ്പോ നമ്മളിപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെനോ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ റെനോയുടെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ മറ്റേ കാലിഫോർണിയന്ന് മറ്റേ ആ ട്രക്കിയുടെ റിവർ ഒഴുകി വരുന്നുണ്ട് അല്ലേ? ഉണ്ട്. ഇപ്പൊ ഇതുണ്ടല്ലോ, ഇവിടെയൊക്കെ കൃഷികൾ നടക്കുന്നുണ്ടല്ലോ. കൃഷിയുണ്ടോ? കാണുന്ന പച്ചപ്പ് കണ്ടില്ലേ? അവിടെ എന്തെങ്കിലും ഇത് ഉണ്ടാവും. കാരണം അവിടെ വെള്ളം എന്ന് പറയുന്നത് മഴയും ഇതൊക്കെ അങ്ങനെയല്ല, ചെറിയ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനുള്ള പോപ്പുലേഷൻ. പിന്നെ റെനോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇൻഡസ്ട്രികളൊക്കെ ഉണ്ട്. പിന്നെ കാലിഫോർണിയ ആക്സസ് ആണ്. അല്ല, ഇതിപ്പം ഇങ്ങനെ ഒരു ഇവിടെ ടൗൺ വന്ന് അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മള് ലാസ് വേഗാസും ഇതെല്ലാം ഇങ്ങനെ. അതാണ് ലാസ് വേഗാസ് പോലെ അങ്ങനെയൊക്കെ വല്ല പ്ലാൻ ചെയ്ത് സെറ്റാക്കാമെങ്കിൽ സെറ്റാക്കാം. കാരണം ഇവിടെ നമ്മൾ ഇടയ്ക്ക് നോക്കുമ്പോൾ ഈ സ്ഥലം വിൽക്കാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ബോർഡുകൾ കാണാം. 1000 ഏക്കർ, 1500 ഏക്കർ, നിസാര വിലയേ ഉള്ളൂ. കാരണം ഇവിടെ വന്ന് കഴിയുമ്പോൾ തന്നെ എയർപോർട്ടായി, പിന്നെ റോഡ് കണക്ടിവിറ്റി ഉണ്ടല്ലോ. അതെ, അങ്ങനെ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ അമേരിക്കയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. പക്ഷെ ഇത് അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കുറെ പ്രൈവറ്റ് ഓൺഡാണ് ഈ ലാൻഡ്, മനസ്സിലായോ? അപ്പൊ ഈ ടൗൺ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇത് ഗവൺമെന്റിന് ഉള്ള സ്ഥലമായിരിക്കണ്ട, അല്ലെ ഈ ഡെവലപ്പേഴ്സിന്. അല്ല, ഈ ഡെവലപ്പേഴ്സും പ്രൈവറ്റ് ആൾക്കാരെ എന്നിട്ട് അവര് സ്വന്തമായിട്ട് ഏരിയ മേടിച്ചിട്ട് ചെയ്യുന്നല്ലേ. ഈ 1000 ഏക്കർ വിൽക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ മലയൊക്കെ ആയിരിക്കും. അതെ. മറ്റേ ആ യെല്ലോ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു മൂവി കാണുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നാഷണൽ പാർക്ക് അവരുടെ ഒരു പ്രൈവറ്റ് ഇതാ. യെല്ലോ സ്റ്റോൺ. എന്നിട്ട് ഈ ഭയങ്കര ബ്യൂട്ടിഫുൾ ഏരിയ ആയതുകൊണ്ട് എല്ലാവർക്കും ആ സ്ഥലം വേണം. ആ സ്ഥലം വേണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ അപ്പൊ അതിൻ്റെ അകത്ത് അവര് കമ്പയർ ചെയ്യുന്നത് നമ്മുടെ കൊളറാഡോ ഇല്ലേ, ഡെൻവർ പ്ലാൻ ചെയ്തേക്കുന്ന പോലെ ഒരു നല്ല സീനിക് ആയിട്ടുള്ള എല്ലാ കോട്ടേജസ് ഒക്കെ ആയിട്ട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റി അവർക്ക് മൊണ്ടാനയില് പണിയണം എന്നുള്ള രീതിയിലാണ് ഈ യെല്ലോ സ്റ്റോൺ. അപ്പം എല്ലാ ഡെവലപ്പേഴ്സിനും ഈ ഏരിയ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് ഓൺ ചെയ്യുന്ന ഡട്ടൺ ബ്രാഞ്ച് എന്ന് പറയുന്ന മിസ്റ്റർ ഡട്ടറും ഫാമിലി അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഈ യെല്ലോ സ്റ്റോൺ. അതുപോലെ ഇതെല്ലാം പ്രൈവറ്റ് ഓണ്ടായിരിക്കണം. മീൻസ് അമേരിക്ക കേട്ടോ. ആ മലയുടെ ഇടയിലൊക്കെ ചെറിയ സെറ്റിൽമെന്റുകളുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ കുറച്ച് വേലി വെച്ച് തിരിച്ച് കുതിരയുണ്ട്. ഒരു വേലിയും കൊണ്ട് വളച്ചെടുത്തേക്കാ. വലിയ വീടൊന്നും ഇല്ലാലും ട്രെയിലർ കൊണ്ടിട്ട് ഇങ്ങനെ ഇതുപോലെ റിമോട്ടായിട്ട് അകത്തേക്കുള്ളടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ സിൻ നമ്പറിലും ഈ വലിയ
ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ജയിലിൽ ആടി വരുന്നവരും അല്ലെ മറ്റുള്ള ജോലിക്കും പബ്ലിക്കായിട്ട് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇതുപോലെ ചെറുതായിട്ട് മറ്റേ ഈ വിൽഡർനെസ് ലിവിംഗ് എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ അവരുടെ സെറ്റപ്പ് ഒക്കെ ആക്കി അവിടെ അങ്ങോട്ട്. അപ്പൊ ഇവിടെ ആകുമ്പോ ഒന്നും ആരും അങ്ങോട്ട് പോവില്ല, കാരണം സിറ്റിയുടെ ആൾക്കാരൊന്നും അങ്ങോട്ട് പോവുകയില്ല. സിറ്റിയുടെ ഒരു സാധനം അങ്ങോട്ടില്ല, വെള്ളമില്ല, കറണ്ടും ഇല്ല, കാര്യങ്ങളും ഇല്ല. ഇവരുടെ ഒരു സെറ്റപ്പ് ഹണ്ടിങ്ങും കാര്യങ്ങളുമായിട്ട് അവരവിടെ ജീവിക്കുന്നു. അങ്ങനെ നമ്മുടെ ഒണ്ടാറിയിലും കുറെ പേരുണ്ടെന്നാ പറഞ്ഞേട്ടെ. ഉണ്ട് കുറെയൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ബന്ധുക്കൾ ഇതുപോലെ ജീവിക്കുന്ന കാര്യം ഇവർക്കറിയാം, കസിൻസും ബ്രദേഴ്സും ഒക്കെ ഉള്ളത്. പിന്നെ ലീഗലി അല്ലാതെ പേപ്പർ വിഷയങ്ങളൊക്കെ ആയിട്ട് മാറ്റി. അപ്പൊ ഈ വലിയ ലാൻഡ് ഉള്ളവരുടെ അവര് പോലീസ് എവിടെയാന്ന് പറഞ്ഞ ഈ ഒരാളെ തപ്പി ഇവര് എത്രമാത്രം റിസോഴ്സ് സ്പെൻഡ് ചെയ്യും. അതങ്ങനെ എനിക്ക് തോന്നി ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഉള്ളവരുണ്ടല്ലേ, അപ്പൊ അവരുടെ തന്നെ ബന്ധുക്കാർക്ക് ഇതുപോലെ വന്നത് എങ്ങനെയോ പേപ്പറിൽ ഇതിലേക്കായിരിക്കും വന്നത്. എന്നിട്ട് പിന്നെ ഇവിടെ നിൽക്കാനുള്ള ഇതൊന്നും കാണില്ല. പക്ഷെ ഇവർ ഈ പറമ്പിന്റെ ഏതോ കോണിലൊക്കെ ആയിട്ട് ഇപ്പം ഒരു പോലീസ് വന്നാൽ പോലും ഇത് കയറുമ്പോ തൊട്ട് ഇത് എഴുതിയ പോകുന്നുള്ളത് ബാക്കിയുള്ളവർക്ക് അറിയാമല്ലോ. ഇത് മൂവ് ഇതൊക്കെ അങ്ങനെ വിളിച്ചൊക്കെ താമസിക്കുന്നു. ഇതല്ലേ 160 ഏക്കർ 160 ഏക്കർ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേണ്ട ഒരു ബോർഡ്. ശരിയാ, നിങ്ങൾ പറയുന്നത് ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ മറ്റേ ഓഫ് റോഡ് പോകുന്ന കൂടെ ഒരു വണ്ടിയും അങ്ങനെ മലയുടെ ഒക്കെ ഇടുക്കിലോ അവിടെയൊക്കെ ചെറിയ ചിലപ്പോൾ വെള്ളച്ചാല് പോലെയൊക്കെ ചെറുതൊക്കെ കാണും. ഞാൻ പറയാൻ കാരണം ഈ നീനയുടെ ജോലി സ്ഥലത്ത് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന വെള്ളക്കാരെ അവരൊക്കെ ഈ പറഞ്ഞ പോലെ അവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇവളോട് പറയും. എന്താ പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമ്മളെ വിളിക്കുന്ന ഞങ്ങൾക്ക് പ്രോപ്പർട്ടി ഉണ്ട്, അവിടെ ക്യാമ്പിങ്ങിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്, നമ്മള് ഈ നമുക്ക് ക്യാമ്പിങ്ങിന് പോകാൻ സ്ഥലമുണ്ടോ എങ്ങോട്ട് ചോദിക്കുമ്പോഴേ അവർ പറയുമ്പോ അങ്ങോട്ട് പോരെ, അവിടെ റിവർ ഉണ്ട്, സ്ട്രീം ഉണ്ട്, മൗണ്ടൻ ഉണ്ട്, അതിന്റെ വെസ്റ്റ് സൈഡിലേക്ക് പോകണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറയും. അതിനാ മനസ്സിലായോ? നമ്മളങ്ങനെ പോയിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു മനസ്സിൽ ടെൻഷൻ, പരിചയമില്ലാത്തവരുടെ 160 അല്ല 100 ഏക്കറിന്റെ അകത്തേക്ക് കയറാന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അതേസമയം ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഇത് ബിസിനസ് ആയിട്ട് നടത്തുന്നവരാണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യുന്നതിന്റെയും നമ്മൾ പോകുന്നതിന്റെ ഒക്കെ ഒരു ട്രാക്കിംഗ് ഉണ്ടാവും. മറ്റേതിപ്പോ കയറി കഴിഞ്ഞിട്ട് എന്നാ സംഭവിക്കുന്നല്ല. നമ്മള് പോയിട്ട് എവിടെ പോയെന്ന് വെച്ചാ ഇപ്പൊ നമുക്ക് അങ്ങനെ പോയി വല്ല സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളികളാണേലും പറയുള്ളൂ അവനൊക്കെ വല്ല കുഴപ്പമുണ്ടാവും. എന്തുകൊണ്ടാ പോയെന്ന് പറഞ്ഞോണ്ട് ആ കൂട്ടത്തിൽ നിന്നും കൂടെ കുറെ അഡീഷണല് ഒരാവശ്യമില്ലാതെ എല്ലാവരും അവൻ ഭയങ്കര ഷോ ആയിരുന്നു എന്നൊക്കെ അവന്റെ ഒരു വീഡിയോയും. ഇവിടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ജീവിക്കുന്നവർക്കൊക്കെ ഇവിടെ എക്സ്പെൻസ് കുറവായിരിക്കും. അങ്ങനെയുള്ള ഇതൊന്നും കാണില്ല സാധാരണ അല്ലേ, എക്സ്പെൻസ് കുറവാ. അതാണ് ഈ കാരണം ഇപ്പൊ നമ്മൾ നോക്കിയ എല്ലാം ഒരു സാധാരണപ്പെട്ട വീടുകളാ. കാരണം അങ്ങനെ പറ്റുള്ളൂ. കാരണം ഇച്ചിരി റിച്ച് ആയിട്ട് ആ സമൂഹത്തിൽ പോയി ജീവിച്ച അവൻ ടാർഗറ്റ് ആയിരിക്കും. കാരണം അവരെക്കാളും വ്യത്യസ്തമായി ജീവിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അവർക്ക് ദേഷ്യം വരും, ജലസി വരും. അപ്പൊ കാശുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ ജീവിക്കുന്നതാ നല്ലത്. ഇവിടെ നെയ്ബർഹുഡിന് ചേരാത്ത ഒരാൾ വരിക എന്നുള്ള രീതിയിൽ നമ്മള് ഇവിടുത്തെ നെയ്ബർഹുഡ് എല്ലാം നോക്കിയാ നെയ്ബർഹുഡ് എപ്പോഴും സെയിം സ്റ്റാൻഡേർഡിലുള്ള ഒരു രീതിയിലായിരിക്കും എല്ലാം. റിച്ച് ഏരിയ ആണ് റിച്ച് ഏരിയ, മിഡിലാണ് മിഡില്. അത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോ നാട്ടിലിപ്പോ ചിലപ്പം അടുത്ത് കിടക്കുന്നവര് വലിയ കാശുകാരനും ഇതും അങ്ങനെ അത് വരുമ്പോ സോഷ്യലി ഇംബാലൻസ് വരുമല്ലോ. കാരണം ഒരേ ഗ്യാങ്ങിൽ കളിക്കുന്ന പിള്ളേരില് ഈവൻ കുറച്ച് പിള്ളേര് വലിയ നല്ല നല്ല സാധനങ്ങൾ ഉപയോഗിച്ച് കളിക്കുന്നു, അല്ല അവരുടെ വേറെ സ്കൂളിൽ പോകുന്നു, നല്ല കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കും. അപ്പൊ അതൊക്കെ വരുമ്പോഴത്തേക്കും മറ്റുള്ള പിള്ളേരിൽ നിന്ന് അവര് മാറി നിൽക്കുന്നു. അതൊക്കെ വരുമ്പോ ആ സോഷ്യലി ഇംബാലൻസ് ആണല്ലോ ആ കാണിക്കുന്നത്. നമ്മുടെ വിൻഷീൽഡ് നിറയെ ഡേർട്ടാണല്ലോ. അപ്പം അങ്ങനെ വന്ന് നമ്മൾ വെൽസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി നെവാഡയിലെ. ആ വിൻഷീൽഡ് നിറയെ ഡേർട്ടല്ലേ, നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അങ്ങ് പോയേക്കാം. അങ്ങനെ കാപ്പിയും തീരാറായി, ഒരു ഫ്രഷ് കാപ്പിയും കൂടെ എടുത്തങ്ങ് പോകാം. When possible, make a U-turn. ഫ്യൂൽ ഐലൻഡ് എല്ലാവരും നിർത്തി ബ്രേക്ക് എടുക്കാനും കാപ്പി എടുക്കാനും ഒക്കെ പോയിട്ടിരിക്കുമായിരിക്കും.
കാരണം മിക്കതിലും നോക്കിയപ്പോഴത്തേക്ക് ആരും ഫ്യൂലിങ് ചെയ്യുന്നില്ല, പക്ഷേ എല്ലാം ബ്ലോക്കാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, നമുക്ക് പയ്യെ സ്കെയിലിലേക്ക് അങ്ങിട്ടിട്ട് വിൻഷീൽഡ് ക്ലീൻ ചെയ്യാം. നമുക്ക് വിൻഷീൽഡ് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പോകാമല്ലോ. ഇല്ലെന്നുണ്ടെ പോക്ക് നടക്കുകയല്ലെന്ന്. ചേട്ടാ, നമ്മളിപ്പോൾ വിൻഷീൽഡ് ക്ലീൻ ചെയ്യാനും കാപ്പി എടുക്കാനും നിർത്തി ഈ ഒരു വെൽസ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇതൊരു കിട്ടില്ല സ്പോട്ടാണ് കേട്ടോ. ഞാൻ രണ്ടുമൂന്ന് ഫ്രെയിംസ് സൂം ചെയ്തൊക്കെ കാണിക്കാവേ. അപ്പോൾ ആരെങ്കിലുമൊക്കെ നെവാഡയുടെ 80 റൂട്ടിൽ കൂടെ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിർത്താൻ പറ്റിയ ഒരു സ്പോട്ടാണ് വെൽസ്. അപ്പം നമ്മൾ കാപ്പിയൊക്കെ എടുത്തു, കൂട്ടത്തിൽ ഒരു 2-3 മുട്ടയും കൂടെ മേടിച്ചു സ്നാക്സ് ആയിട്ട് കേട്ടോ. മൊത്തത്തിൽ വണ്ടിയുടെ ചുറ്റും ഒന്ന് പോയി നോക്കിയേക്കാം. ബോൾട്ട് സീലാണ്, സീലിനൊന്നും കുഴപ്പമില്ല. നമ്മൾ പല വീഡിയോകളും കാണിച്ചിട്ടുള്ള പോലെ നമ്മുടെ സീല് പൊട്ടിച്ചിട്ടുണ്ടോ, 5th വീലിൻ്റെ സാധനം വലിച്ചിട്ടുണ്ടോ, എയർലൈൻസിലൊക്കെ എന്തെങ്കിലും ഡാമേജ് വരുത്തിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. ഇത് ഇങ്ങനത്തെ മറ്റേ മുട്ട പുഴുങ്ങിയതുണ്ടല്ലോ, ഇത് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതോടൊപ്പം വേണ്ട ഇച്ചിരി സോൾട്ട് ആൻഡ് പെപ്പറും കൂടെ എടുത്തു. അപ്പോൾ കാപ്പിയുടെ കൂടെ നമുക്ക് നല്ലൊരു സ്നാക്കല്ലേ. നമ്മൾ ഏകദേശം 9:30 ആയപ്പോഴത്തേക്കും വേണ്ട ഒരു കിടില റെസ്റ്റ് ഏരിയയിൽ, ഇതിപ്പോൾ യൂത്തല്ല കേട്ടോ, ഒരു കിടില റെസ്റ്റ് ഏരിയ നമ്മൾ ബ്രേക്കിന് വേണ്ടിയിട്ട് നിർത്തിയതാണ്. പ്രകൃതി ഭംഗിയും കൊണ്ട് നല്ല രസം, നല്ല ടെമ്പറേച്ചർ, കാറ്റൊന്നുമില്ല, നമുക്ക് വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. വർക്കൗട്ടൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം ഇതിൻ്റെ മൊത്തത്തിലുള്ള സെറ്റപ്പുകൾ. ഒരു റെസ്റ്റ് ഏരിയയുടെ മൊത്തത്തിലുള്ള സെറ്റപ്പ് നമ്മൾ പല വീഡിയോകളും കാണിച്ചിട്ടുള്ളതാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുന്നവർക്ക് ഒന്ന് കാറിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങി ഇതുപോലത്തെ പിക്നിക് ഏരിയ ഉണ്ട്. ഇവിടെ വന്നിരുന്ന് അവരുടെ ഫാമിലിയുടെ കൂടെ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് ആ യാത്രയുടെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് മൊത്തത്തിലൊന്ന് നടക്കാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാനും. അങ്ങ് ദൂരെ അടിപൊളി ട്രെയിൽസൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടാ, നിങ്ങൾ കണ്ടോ, ആ ചെറിയ കുന്ന് പോലെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എന്തോ വഴിയൊക്കെ ഉണ്ട്. പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമായിരിക്കും. നമുക്കിപ്പോൾ പോകാൻ സമയമില്ല, അല്ലാന്നുണ്ടോന്ന് പോകാം. എല്ലാം രണ്ടും കൽപ്പിച്ചൊന്ന് പോയാലോ. പിന്നെ ഇലക്ട്രിക് വണ്ടികൾക്ക് വേണ്ട ചാർജിങ് പോയിന്റുകളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആ കാണുന്ന മലയുടെ അങ്ങോട്ടൊരു ദൂരമുണ്ട്, പക്ഷെ രണ്ടും കൽപ്പിച്ച് എന്തായാലും ഒന്ന് നടക്കാമെന്ന് വെച്ചു. കാരണം എന്തായാലും ഇത്രയും നാളും ഇതുവഴി വന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. മറ്റൊരു അവസരത്തിലേക്ക് മാറ്റി വെച്ചാൽ അത് നടക്കുമെന്നും തോന്നണില്ല. എന്തായാലും ലോഡ് എടുത്തു, തന്നെല്ലാം ഒന്ന് പോയിട്ട് വരുമ്പോൾ ഇച്ചിരി സമയനഷ്ടം ഉണ്ടാവും. പക്ഷെ നമുക്ക് മീലങ്ങ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഇവിടം വരെ എത്തുമ്പോഴത്തേക്ക് ഇവിടെ 2 ഡീവിയേഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ലൂപ്പായിട്ട് പിന്നീട് കാണിക്കും. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതിലാണ് കുറച്ചുകൂടെ അട്രാക്ഷൻ നമുക്ക് ഇവിടുന്ന് തോന്നുന്നത്. വേണ്ട, അവിടെ എന്തോ ആർച്ച് പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ആദ്യം വേണ്ട ഈ കാണുന്ന വഴിയിലേക്ക് പോവാം. നല്ല പാമ്പും ചേമ്പും ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. വരുന്നവരൊന്ന് സൂക്ഷിച്ചാണേ. മൊത്തത്തിൽ നോക്കിക്കൊണ്ട് വേണം നമ്മൾ റോഡിൻ്റെ നടുക്കേ കൂടെ ഒക്കെ നടക്കാൻ. കണ്ടോ, ഇങ്ങനത്തെ പൊത്ത് പോലെ സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അല്ലെങ്കിൽ അണലി വർഗത്തിൽപ്പെട്ട ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. അപ്പോൾ നമ്മുടെ വാവാ സുരേഷിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറയുന്ന പോലെ ഇച്ചിരി ഒച്ചയൊക്കെ ഉണ്ടാക്കി നിലത്തൊക്കെ അമർത്തി ചവിട്ടിയൊക്കെ നടക്കുക. അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെ പൊക്കോളും. അങ്ങനെ നമ്മൾ ആ ലൊക്കേഷനിലെത്തി. വേണ്ട നോക്കിക്ക്, നമ്മൾ അവിടുന്ന് കണ്ട ചെറിയൊരു മൗണ്ടൻ പീക്കിൻ്റെ മുകളിലാണ് നമ്മൾ. ഇവിടെ നിന്നുള്ള വ്യൂസ് ഞാൻ കുറച്ച് ഫ്രെയിമുകളിലായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു നടത്തം വർത്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം.
ശരിക്കും പറഞ്ഞാൽ ആ മലയുടെ അപ്പുറത്തെ സൈഡിൽ വേറെ വല്ലതൊക്കെ നല്ല കാഴ്ചകൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ നിങ്ങൾ കാണുന്ന പോലെ അഗാധത മാത്രമാണ് ഒരു കാഴ്ച. ഇനി നമ്മളവിടെ പോലത്തെ ഒരു സെറ്റപ്പും കൂടെ കണ്ടില്ലായിരുന്നു. ജസ്റ്റ് അതും കൂടെ നോക്കിയിട്ട് പോവാം. ആ സെറ്റപ്പ് വേറൊന്നുമല്ലാതെ ഇതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു തുറന്നു വച്ചിരിക്കുന്ന ഒരു പാറ. പാമ്പൻ ചെമ്പൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വന്നാൽ അതിൻ്റെ ഇടക്കോട്ടൊക്കെ കയറിപ്പോയി പാമ്പുകളൊക്കെ ഉണ്ടോളാവേ. ഒറ്റയ്ക്കും ഇത്രേനും കാട്ടുപ്രദേശം ആയതുകൊണ്ട് ഞാൻ വെറുതെ കയറി റിസ്ക് എടുക്കുന്നില്ല. എന്തായാലും പറ്റിയാലോ കടിച്ചാലോ ആശുപത്രി കൊണ്ടുപോകാൻ വേറെ ആൾ പോലും ഇല്ല. പിന്നെ വേണ്ട നിലത്തൊക്കെ ഇതുപോലത്തെ തുളകൾ ഇഷ്ടംപോലെ ഉണ്ട്. വിച്ച് മീൻസ് എന്തെങ്കിലുമൊക്കെ കാണാം. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കാം. നോക്കാം ഇങ്ങനെ കുറേ സെറ്റപ്പുകൾ ഒരു ഗ്രൂപ്പായിട്ടായിരുന്നാൽ കുറച്ചുകൂടെ നമുക്കിതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കയറണമെങ്കിൽ കയറാമായിരുന്നു. നോക്കി നമ്മുടെ അടുത്തൊന്നും ഒന്നുമില്ല. ഒന്ന് കൂവിയാൽ പോലും ആൾക്കാർ കേൾക്കാൻ സാധ്യതയില്ല. അങ്ങനെ മുന്നോട്ട് കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് സമയം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഈ യാത്ര നമുക്ക് കംപ്ലീറ്റ് ആക്കാമായിരുന്നു. അങ്ങ് മുന്നോട്ട് അങ്ങ് നീണ്ട് കിടക്കും ആ പാറയുടെ ഒരു സൈഡ് പിടിച്ച്. പക്ഷെ വെറുതെ നമുക്ക് സമയമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ സെറ്റപ്പ് എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മുടെ ലോങ് യാത്രയിൽ നിന്ന് വിരസതമായിട്ടുന്ന ഒരു ചെറിയ നടപ്പുമായി തിരിച്ച് നമുക്ക് വണ്ടിയുടെ അങ്ങോട്ട് പോകാം. കുറച്ച് വർക്കൗട്ട് ചെയ്യാം. എന്തായാലും ഇനി മുന്നോട്ട് കുറച്ച് ഹെൽത്തി ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചു. പ്രായം മുന്നോട്ട് പോകല്ലേ. അപ്പോൾ നമ്മളെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചെറിയ ഡമ്പലുണ്ട്, പിന്നെ അതാണ്ട് ഈ റെസിസ്റ്റൻസ് ബാൻഡുണ്ട്, പിന്നെ കുറച്ച് പുഷപ്പൊക്കെ എടുക്കും. ബാക്കി ഐറ്റംസ് ഭക്ഷണ പോലെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും വെയിറ്റൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കും. അപ്പം ഇന്നത്തെ സൺസെറ്റ് യൂത്ത നല്ല അടിപൊളി കിടിലൻ ഗോൾഡൻ അവറാണ് കേട്ടോ. കാരണം മൊത്തത്തിൽ ഇരിക്കാനും ഒരു രസമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആ നടത്തവും നമ്മുടെ വർക്കൗട്ടുകളും നമ്മൾ ആ 2 വർക്കൗട്ടിൻ്റെ 3 സെറ്റ് വെച്ച് ചെയ്തായിരുന്നു കേട്ടോ. എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ 43 മിനിറ്റ് ആയതേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് വണ്ടി കയറി. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി എടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീൽ സ്കിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് വിശക്കുമല്ലോ. എങ്ങാനും വിശന്നാൽ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഗ്രീക്ക് യോഗട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ 2-3 സ്പൂൺ വാലിട്ട് കഴിച്ചുകൊണ്ട് പോകാം. Said I made up my mind this time.